വെൽക്കം ടു സിബീസ് പാരഡൈസ്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അവില് കൊണ്ട് ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ കടകളിലെല്ലാം സാധാരണയായി കിട്ടുന്ന, ഇപ്പം എല്ലാ കടകളിലും സാധാരണയായി കിട്ടുന്ന ഒരു സാധനമാണ് അവിൽ മിൽക്ക്. നമ്മളുടെ വീട്ടിൽ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ ഇന്ന് 1/2 ലിറ്റർ പാല് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. 1/2 ലിറ്റർ പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. കട്ടയായിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ കട്ടയായ പാൽ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 3 ഞാലിപ്പൂവൻ പഴം നന്നായി മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ഐസ് പീസ് കൊടുക്കുക. ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണേ. ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മാഷ് ചെയ്ത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർക്കാം. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് തൊലി കളഞ്ഞ കപ്പലിൽ ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത അവലാണ്. ഈ അവല് ഇതിപ്പോ വൈറ്റ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡ് അവലാവുമ്പോ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും. അത് ഇട്ട് കൊടുക്കുക. അവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മിൽക്ക് ചേർക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം കൂടി കപ്പലണ്ടി, അവലും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ലെയർ മിക്സ് ആയി പോകും. ഫൈനലായിട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അവില്, ഇത് ഞാൻ 1 കപ്പ് അവിലാണ് കേട്ടോ, ഫ്രൈ ചെയ്ത് 1 കപ്പ് അവിലാണ് 2 ഗ്ലാസിന് വേണ്ടിയിട്ട്. കുറച്ച് കോൺഫ്ലേക്സ്, പിന്നെ കുറച്ച് കപ്പലണ്ടി. നിങ്ങൾക്ക് നട്ട്സ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഏത് നട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മളുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊക്കെ മേലിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുകയും വേണം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കമന്റ്സ് പറയണം. കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.